എന്താ ഇടിവെല്ലാം കിട്ടിയത് എനിക്ക്? കിട്ടിയടോ. എനിക്കല്ലോ ക്ഷീണം. അൻവറിന് ഞങ്ങൾ സുഹൃത്തുക്കളെ നമസ്കാരം. നടന്നല്ലേ സ്വാഗത സുഹൃത്തുക്കളെ. എനിക്ക് ഇയാളെ ഇന്ന് എടോ എന്താണ് ഞങ്ങളുടെ അൻവർക്കൊക്കെ എന്താ കുഴപ്പം? ശക്തിയുക്തം എതിർത്തുകൊണ്ട് അൻവർക്ക് ആർക്ക് നേരെയാണ്? അതെ, പിണറായി വിജയനെ പോലും കഴിവില്ലാത്തതിനെ പിണറായി വിജയനെ കവച്ചു വെച്ചുകൊണ്ട് അൻവർക്ക് ഇറങ്ങി. കുറച്ചോട്ട് പുറകോട്ടോ. അതെ, അൻവർക്ക് ഇറങ്ങി. 2 ദിവസം ഈ പറഞ്ഞ പിണറായി വിജയൻ ഈ നിശബ്ദതയിലായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇയാളെന്ന് ഒന്നും മിണ്ടാതിരിക്കുന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ആൾക്കാരെ മുമ്പേ വെച്ച് അങ്ങ് തീർക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. സാധാരണഗതിയിൽ ഈ പഴയ വിജയനാണെങ്കിൽ ഇങ്ങനെയല്ലെന്ന് നമുക്കറിയാം. പക്ഷെ പുതിയ വിജയനും ഇങ്ങനെയല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടോ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നല്ല കിടില ചുണയോട് കൂടി പോയ അൻവർക്ക് തിരിച്ച് അയ്യോ അമ്മയെന്ന് വിളിച്ചോണ്ടാ വന്നത്. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഇത് പത്തി മടങ്ങി പൊക്കോളാമേ, എനിക്ക് ഒന്നിനെ കുറിച്ച് അറിയില്ലേ. എവിടെ വെച്ച് പറഞ്ഞോടോ അങ്ങനെ? സെക്രട്ടറിന്റെ മുമ്പ് വെച്ച് പറഞ്ഞോ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പി ശശിയെ കുറിച്ചുള്ള ചോദ്യത്തിന് പല തവണ ചോദിച്ചപ്പോഴും നൈസായിട്ട് PV അൻവറിക്കയുടെ അടുത്ത് വന്ന ഒരാൾ പറയാണ്, മതി നിർത്തിക്കോ, പിണറായി സഖാവ് പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞെന്ന്. പിന്നെ സുഹൃത്തുക്കളെ ഇതാണ് ആ തെളിവ്. പ്രധാനപ്പെട്ട ചോദ്യം താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ്. അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണത്തിൽ ഉറച്ചിരിക്കുന്നുണ്ടോ? പി ശശിക്കെതിരെ ആരോപണത്തിൽ ഉറച്ചിരിക്കുന്നുണ്ടോ? പി ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. പി ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? അതിലൊരു അന്വേഷണം ഇല്ല. പി ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ എന്താണ് ഒരു അന്വേഷണം ഇല്ലാത്തത്? അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതായിരുന്നോ? അല്ല, ഇതല്ല പിടിച്ചില്ലേ? ഇനി പറയട്ടെ, ഒരു അരമണിക്കൂറോളം അൻവർക്ക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. പോകാൻ നേരം അൻവറെ ചായ കുടിക്കാൻ മുഖ്യമന്ത്രി പറയാൻ മറന്നു. കഴിച്ചില്ല. അപ്പോൾ ആളെ വിട്ട് അകത്തേക്ക് വരൂ, ചായയും വണ്ടിപ്പരിപ്പും കഴിച്ചിട്ട് പോകാം. നീ അകത്തേക്ക് വാട, നിനക്കുള്ള ബാക്കി തരാമെന്നല്ലേ ചായയും ചാരായും കൂടിയൊക്കെ നമുക്കറിയാം. അതിവിടെ നിക്കട്ടെ. അവിടെ സത്യം പറയടോ, ഈ ഡിജിറ്റൽ തെളിവെടുക്കാൻ കൊണ്ടുപോയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അതെന്താന്നറിയാമോ? എടോ മോനെ, നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ അത് ഇവിടെ കഴിക്കുമെന്ന് പറഞ്ഞു കാണും. പിന്നെ പാവർ അൻവർക്ക് പേടിച്ച് മിണ്ടാതെ തല കുതിച്ച് ഞങ്ങളുടെ നിലമ്പൂർ MLA അൻവർക്ക് പേടിക്കാൻ പിണറായി വിജയൻ ആർക്കും പേടിയില്ലേ? പേടിയില്ലേ ആർക്കും? അങ്ങനെയല്ല. ഇതിൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സുഹൃത്തുക്കളെ, ഹരിചന്ദ്രൻ IPS അല്ല ഏതായാലും അൻവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ഈ അൻവർക്ക് ഈ നാട്ടുകാരെ രക്ഷപ്പെടുത്താനാണ് താല്പര്യമെങ്കിൽ ഈ ഡിജിറ്റൽ തെളിവുമായി എന്തുകൊണ്ട് കേന്ദ്രത്തിലേക്ക് പോയില്ല? എന്തുകൊണ്ട് പോയില്ല? പിന്നെ ഇവിടെ ശക്തിയുക്തം പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ എന്തിന് കേന്ദ്രത്തിൽ പോകണം? അയ്യോ, മുഖ്യമന്ത്രിക്ക് അതിനുള്ള സമയമൊന്നുമില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് 25 വകുപ്പുണ്ട്. ആ വകുപ്പിലെല്ലാം മുഖ്യമന്ത്രിക്ക് അങ്ങനെ ശ്രദ്ധ ചെലുത്താൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ആഭ്യന്തര വകുപ്പൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോട്? മുഖ്യമന്ത്രി കൊടുത്ത വിശ്വസ്തന്മാരാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് 8ന്റെ പണിയും കൊടുത്ത് ദേ കിടക്കുന്നത് ആ കൊട്ടാരം പണിയുന്ന തിരക്കിലുമാണ്. കൊട്ടാരം പോണോ? അതല്ലോ പോണോ? സുഹൃത്തുക്കളെ, അങ്ങനല്ല. അൻവർക്കൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. ആഭ്യന്തര വകുപ്പ് മികച്ച രീതിയിലല്ലേ പോകുന്നത്? കുഴുക്കുത്തുകൾ മുഖ്യമന്ത്രി പോലും അറിയാതെ പ്രവർത്തിക്കുന്നില്ലേ? അങ്ങനെ ഒരു സംശയം അൻവർക്കൊക്കെ വരുന്നു. ഉടൻ തന്നെ അൻവർക്ക അത് പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ? ഉടൻ വിളിച്ചു പറഞ്ഞില്ലേ സുഹൃത്തെ? അതിനിടയ്ക്ക് ഫോൺ ചോർത്തി, ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാക്കി. ആ തെളിവ് വേണമല്ലോ നമുക്ക്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ എടുത്ത് തലക്കിക്കൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പൊ അൻവർക്കയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇറക്കി വിട്ടതാണോടോ ആരെങ്കിലും? പിന്നെ ഇറക്കി വിട്ടതാണോടോ ആരെങ്കിലും? കഴിഞ്ഞ ദിവസം കേട്ടോ, അല്ല, കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ, അടുത്തടുത്തിരിക്കുകയും ചെയ്തു, വാനോളം പുകഴ്ത്തുകയും ചെയ്തല്ലോ. കണ്ടറിയാം മാൻഡ്രാക്കിന്റെ എഫക്ട്. അപ്പൊ അങ്ങനെ ഒരു സംശയം അൻവർക്ക് ഉന്നയിക്കുന്നു. ഉടൻ തന്നെ മുഖ്യമന്ത്രി അൻവറെ അങ്ങനെയാണോ പ്രഖ്യാപിക്കാം?
അന്വേഷണം അൻവറിന് അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷണം പ്രഖ്യാപിക്കും. അല്ല ഈ അതായത് ഏറ്റവും മികച്ച രീതിയിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇതിലെ ഓരോ ആൾക്കാരും. അപ്പൊ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ? ആണ് അതാരാ? ആഭ്യന്തരമന്ത്രി. ഓക്കെ, ആഭ്യന്തരമന്ത്രി പിണറായിയാണ് ആഭ്യന്തരമന്ത്രി. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു പദവി കൂടി കേരള മുഖ്യമന്ത്രി കപ്പിത്തന. ആ കപ്പി ആട്ടിക്കൊണ്ടോട് ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഈ അൻവർക്ക് അതായത് സാധാരണ ഒരു MLA ആയിട്ടുള്ള അൻവർക്ക് ഈ ഡൗട്ട് തോന്നിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അങ്ങനെയല്ല? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ താൻ തന്നെ പറഞ്ഞതിനകത്തോണ്ട് അതിനുള്ള ഉത്തരം മുഖ്യമന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളും നോക്കണം, ലോക സമാധാനം വരെ നോക്കണം. എന്നാ അങ്ങോട്ട് പറയട്ടെ. അപ്പോൾ അഥവാ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ കാര്യമാണത്. എന്തെല്ലാം കാര്യങ്ങൾ കൂടി നടക്കേണ്ട മനുഷ്യനാണ്. എടോ, ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല ഈ 25 വകുപ്പിനെ തലേ വെക്കാൻ. ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല. എടോ, കഴിവില്ലെങ്കിൽ സമയമില്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്ക് വേദിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് മാറി നിൽക്കണം. എത്ര മന്ത്രിമാർ നമുക്കുണ്ട്? ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഈ 25 വകുപ്പ് എടോ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏറ്റവും പ്രധാന തനിക്ക് എന്താ കാണാൻ പഠിച്ചതൊക്കെ പറയണോ? പറ. അതല്ല, 30 നിമിഷം തന്നിരിക്കുന്നു. അതെ സുഹൃത്തുക്കളെ, അതാണ് അതിന്റെ കാര്യം. അതായത് ഈ സർക്കാരിലെ ഒരു MLA ആയാൽ കൂടി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ഈ പാർട്ടിയിലെ ഒരാൾ ഒരു സംശയം പറഞ്ഞാൽ ഉടൻ മുഖ്യമന്ത്രി അതിൽ അന്വേഷണം പ്രഖ്യാപിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോ അവർ അനുഭവിക്കുന്ന ദുഃഖത്തിനോ ഈ മുഖ്യമന്ത്രി ഒരു അന്വേഷണവും പ്രഖ്യാപിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് എന്ത് ദുഃഖം ഉണ്ടാവാനാണോ? അയ്യോ, നിങ്ങൾ തന്നെ ഏറ്റവും വലിയ ദുഃഖമല്ലേ? ഇതിന് വലിയ ദുഃഖം ഇനി എന്താ വേണ്ടത്? വളച്ചൊടിക്കുകയാണ്. അതായത് അൻവർക്ക മറ്റേ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ പുറകിൽ വന്ന് നിന്ന് ആൾ സംസാരിച്ചത് ചായ കുടിക്കാൻ വരൂ എന്നാണ്. ആണോ? അദ്ദേഹം വേറെ എവിടെയും പോയിട്ടില്ലല്ലോ. 40 വട്ടം പി ശശി വലിയ സംഭവമാണ്, പി ശശി ഉഡായിപ്പാണ്, പി ശശിയെ വിശ്വസിക്കാനേ കൊള്ളൂല എന്ന് പറയുന്ന അൻവർക്കയ്ക്ക് ഇപ്പൊ മുഖ്യമന്ത്രി കണ്ടിറങ്ങി വന്നപ്പോൾ മാധ്യമ പ്രവർത്തകർ പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോ പി ശശി ആര്? അൻവർക്ക് എവിടെയും പോയിട്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എത്രയോ സംസാരിച്ചിട്ടാണ് ആ മനുഷ്യൻ ഇറങ്ങി വന്നത്. വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ കളിവില പറയണോ? അദ്ദേഹം എവിടെയും പോയിട്ടില്ല. മാധ്യമ പ്രവർത്തകരെ MLA ഹോസ്റ്റലിലുണ്ട്. നിങ്ങൾക്ക് പോയി സംസാരിക്കാമല്ലോ. നിങ്ങൾക്ക് പോയി സംസാരിക്കാമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ കൈരളിയുമായി ഒരു അഭിമുഖം വയ്ക്കാം. അൻവർക്ക് പാക്ക് ചെയ്തു കേട്ടോ, ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് വിട്ടോന്ന് പറഞ്ഞു. നിങ്ങൾ മേലാ നിന്ന് പോകരുതെന്ന്. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ ഞങ്ങൾ കൈരളിയിലെ ആരെങ്കിലും അഭിമുഖം വെപ്പിക്കാം. തൽക്കാലം എടുക്കുന്നില്ല, അവിടെ വലിയേട്ടം കളിച്ചോട്ടെ. തൽക്കാലം എടുക്കുന്നില്ല ഇങ്ങോട്ട്. എടോ, EPA രായ്ക്ക് രാമായണം രാജിവെപ്പിച്ച് പറഞ്ഞു വിട്ടതുപോലെ ഇന്ന് അൻവർക്ക് പടി ഇറങ്ങിയതും പോയി. ഇനി തിരുവനന്തപുരത്ത് പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അൻവറിക്കട്ടെ. നിലമ്പൂർ അദ്ദേഹം ഉണ്ടാകുമല്ലോ. ഇനി ആഫ്രിക്കയിലേക്ക് പറക്കില്ല എന്ന് ആര് കണ്ടു? ശ്രീലങ്കയും ആഫ്രിക്കയും മറ്റേ അമ്മായിയമ്മയുടെ തറവാട് പോലെയാണല്ലോ. കുടുംബത്തിരിക്കുന്നവരെ പറയല്ലോ കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല, അതോടെ പറയുന്നു. ചുമ്മാ ഒരു ചായ അണ്ടിപ്പരിപ്പും കഴിച്ചിട്ട് പോവാൻ പറയുന്ന പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം. ആ അണ്ടിപ്പരിപ്പും ചായ അവിടെ തന്നെ ഇരുന്നോട്ടെ, തൽക്കാലം ഇങ്ങോട്ട് എടുക്കണ്ട. നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരെ തനിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിന്റെ കുറവുണ്ടെന്ന് എനിക്കറിയാം. തന്റെ പരിപ്പളക്കാൻ നോക്കിക്കോ മനുഷ്യന്മാര്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഉഡായിപ്പെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യമുള്ളപ്പോൾ എടുത്തലക്കുന്ന ഇത്തരം ക്യാപ്സ്യൂളുകളുടെ പുറകെ പോകുന്ന മാധ്യമങ്ങളെ വേണം ഇവിടെ പറയാൻ. ഇത്ര വലിയ മണിമാളിക പണിതു. ഈ ക്യാമറ കണ്ട് നാഴേക്ക് 40 തൊട്ട് എല്ലാവരുടെ കുടുംബത്തോട്ടും വെച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ആ മണിമാളിക ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല സുഹൃത്തുക്കളെ? എടോ, എന്ത് മണിമാളിക, ചെറിയ വീട്. എത്ര സ്ക്വയർ ഫീറ്റാ? 2000 സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ല. പിന്നെ ഒരു ചെറിയ പൂള്, പിന്നെ ഒരു ലിഫ്റ്റ്, അത്രേ ഉള്ളൂ. സെന്റിന് ജസ്റ്റ് ഒരു 70 ലക്ഷം രൂപ. അങ്ങനെ 10 സെന്റ്. ഇതൊക്കെ എവിടെ DGP? ആടേടോ, അതാ നിങ്ങൾ MR അജിത് കുമാറിനോട് പോയി ചോദിക്കും. അദ്ദേഹത്തിന്റെ ചിലപ്പോ മറ്റേ ഭാര്യയുടെ കുടുംബത്തിലെ എന്തെങ്കിലും സ്വത്തായിരിക്കും, പെൻഷൻ കിട്ടിയതായിരിക്കാം. അതാ ഞാൻ പറയുന്നത്. ചിലപ്പോ പുള്ളിയുടെ ഭാര്യയുടെ വീട്ടിലെയോ അല്ലെങ്കിൽ പുള്ളിയുടെ വീട്ടിലെയോ ആയിരിക്കാം സ്ത്രീധനം കിട്ടിയതായിരിക്കാം. സ്ത്രീധനം മേടിക്കാം. സ്ത്രീധനം വാങ്ങാൻ പാടില്ല, പക്ഷെ നമ്മുടെ ഖജനാവിന്ന് കൈയിട്ട് വരാം. അത് തുടരെ പ്രശ്നം. പിന്നെ ഇനി അത് പറ, MR അജിത് കുമാർ ഖജനാവിന്ന് കൈയിട്ടെന്ന്. കൈയിട്ട് ഇല്ല, കൈയിട്ട് ഇല്ലടോ, ഇട്ട് ഇല്ല ഇല്ല ഇല്ല. താനുണ്ടായിരുന്നോ കൂടെ? കൈയിടാൻ താനുണ്ടായിരുന്നോ? ഇനി ചോദിച്ചാൽ സത്യം വരും പുറത്ത്. സുഹൃത്തുക്കളെ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഹരിചന്ദ്രൻ IPS കളിക്കാൻ വേണ്ടി നോക്കിയത് അൻവർക്ക. പക്ഷെ 4 മടക്കി 8 അടക്കി ഒതുക്കി അടിച്ച് നല്ല ചപ്പാത്തി പരുവാക്കി
പിണറായി സഖാവ് വിട്ടിട്ടുണ്ട്. ഇല്ല, MLA ഹോസ്റ്റലിൽ ചായ അണ്ടിപ്പിരിമ്പോ നിന്നിരിപ്പോ. നീ എന്നെക്കാട്ടി വലിയ വായോടാ, ഇത് നീ എന്നെക്കാട്ടി വളർന്നല്ലോടാന്ന് പറഞ്ഞ് പുരയ്ക്ക് മുകളിൽ വളർന്നാൽ ഏത് വൃക്ഷവും വെട്ടണമല്ലോ, അങ്ങനെ നൈസായിട്ട് വെട്ടിയിട്ടുണ്ട്. ഇനി ആ MLA പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കും. എനിക്ക് തിരക്കായി, എനിക്ക് MLA ഹോസ്റ്റൽ വരെ പോകണം. കുറച്ച് ചായ അണ്ടിപ്പരിപ്പ് കൊടുക്കാൻ കഴിക്കും. അല്ല, ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ആ മുഖ്യമന്ത്രി തന്നു വിട്ടത്. അയ്യോ, ഇതിനിടെ KT ജലീലക്ക. അപ്പൊ പിന്നെ ഈന്തപ്പഴം പറയുമ്പോ തനിക്ക് ഉടനെ KT ജലീല്. ഇവിടെ ജലീലിക്ക് മാത്രമേ ഈന്തപ്പഴം കൊണ്ടുവന്നുള്ളൂ. അല്ല ഇക്ക, ഇനി MLA ഇനി രാഷ്ട്രീയത്തിലില്ല, രാഷ്ട്രീയത്തിലല്ല, ഇനി തെരഞ്ഞെടുപ്പുകളിൽ ഇല്ല എന്ന്. തെരഞ്ഞെടുപ്പുകളില്ല എന്ന് വെച്ചോണ്ട് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നു. അതൊരു തനൂരിലെ ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മതി, കഴിഞ്ഞു. ശരിയെന്ന്. ശരി സുഹൃത്തുക്കളെ.